ഇങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമ്മൾ ഇങ്ങനെ ഗ്ലൂക്കോസ് ലെവൽസ് മരുന്നില്ലാതെ അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ മാനേജ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു മാക്സിമം 3 മന്ത്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരീഡിനാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടൈം കഴിയുമ്പോൾ അവർ വീണ്ടും അവർക്ക് ആ മോണിറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയാണ് അവർക്ക് അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതെയാക്കി പോകാൻ പറ്റുക? നമ്മൾ ഒരു 3 to 6 months ആണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ആദ്യ 3 മാസം 90 ഡേയ്സ് നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് ഒ പിയിൽ വന്ന് പോയാൽ മതി, ശരിക്കും ഇതിന് അഡ്മിഷൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു റെസിഡൻഷ്യൽ ഫെസിലിറ്റിയിലുള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി അല്ലാത്തവരും സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ അവർക്കും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് ടെലിമെഡിസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. അവർ ആ ഷുഗർ കൺട്രോൾ ആകുന്നത് വരെ ഡെയിലി തന്നെ ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻ്റ് ഷുഗർ കൺട്രോൾ ആകുമ്പോൾ അവരുടെ ആങ്സൈറ്റി പോയി. മരുന്ന് തീർന്നു കഴിയുമ്പോൾ പിന്നെ മരുന്നില്ലാതെ വരുമ്പോൾ ഷുഗർ താന്നു പോകുന്നതിൻ്റെ ഒരു ആങ്സൈറ്റി പ്രശ്നങ്ങൾ വരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഈ 3 മാസം കൊണ്ട് അവർ പഠിച്ചു. പിന്നത്തെ 3 മാസം കൊണ്ട് അവരുടെ ഈ സപ്പോർട്ടുകൾ കുറച്ചുകൊണ്ട് വരും. പക്ഷേ ഫോളോ അപ്പ് നമ്മൾ ലൈഫ് ലോങ് തന്നെ കൊടുക്കുന്നുണ്ട്. അത് ആദ്യത്തെ 6 മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ രോഗം അനുസരിച്ച് മന്ത്ലി അല്ലെ 3 മന്ത്സ് കൂടുമ്പോഴും ഇയർലി 1 ഇയർ ഇയർലി എങ്കിലും മിനിമം ഫോളോ അപ്പ് വേണമെന്നുള്ള. കാരണം ലൈഫ് സ്റ്റൈലല്ലേ, നമ്മളിപ്പോൾ എത്രയാണേലും തെറ്റിക്കും. കുറച്ച് പല പല പ്രോഗ്രാംസ് വരും, ട്രിപ്പ് വരും. അപ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കാർബൊക്കെ എടുക്കും. അതൊക്കെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെയാണ്. ഞാനതിൽ അത് എങ്ങനെയാണത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം ഇതൊരു 72 വയസ്സുള്ള പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് ഡയബറ്റീസ് തുടങ്ങിയിട്ട് 35 വർഷമായി. പിന്നെ ഹൈപ്പർ ടെൻഷനുണ്ട്, കൊളസ്ട്രോളുണ്ട്. ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് 1 ഇയർ 1.5 ഇയർ ഓൾമോസ്റ്റ് 1 ഇയർ ബാക്കാണ്. യെസ്. അപ്പം അതിന് 2025 വരുന്നു. 24 അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞു.